Good morning to all. Welcome back to the science class. In the last class, we discussed what is solute, solvent and solution. അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ തന്നിട്ട് അതിൽ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിൽ സോൾവെൻറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ, സൊല്യൂട്ട് ഏതാണ്, സോൾവെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. എല്ലാവരും ചെയ്തല്ലോ അല്ലേ. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അനദർ സ്പെഷ്യാലിറ്റി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ മറ്റൊരു പ്രത്യേക സവിശേഷത. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മൾ ഈ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി, ഏതൊക്കെ വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തി അല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജലത്തിൻ്റെ ഒരു സവിശേഷത, ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. സോ വി ഓൾ നോ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഓർ മോസ്റ്റ് സബ്സ്റ്റൻസസ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. ഒരുപാട് പദാർത്ഥങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് എന്ന്. ഇനി കൂടുതൽ പദാർത്ഥങ്ങളും ഇതിലാണ് ലയിക്കുന്നത്? വെള്ളത്തിലാണ് ലയിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടെങ്കിൽ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതേപോലെ തന്നെ മറ്റു 2 പാത്രങ്ങൾ എടുക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണയും മറ്റൊരു പാത്രത്തിൽ നിങ്ങളുടെ മുതിർന്ന ആളുകളുടെ സഹായത്തോടു കൂടി കുറച്ച് മണ്ണെണ്ണയും എടുത്തിട്ട് ഈ പരീക്ഷണം ചെയ്യാവുന്നതാണ്. ഒരേ സാധനങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ 3 പാത്രത്തിൽ, വെവ്വേറെ പാത്രത്തിൽ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കേണ്ടത് കുറച്ച് പഞ്ചസാര. ആ പഞ്ചസാര എടുത്ത ശേഷം ഈ 3ലും ഇടുക. വെള്ളത്തിലിടുക, അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലിടുക, മണ്ണെണ്ണയിലും ഇടുക. ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിൽ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയത്തിന് ശേഷം നിരീക്ഷിക്കുക. എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഈസ് ദ ഷുഗർ ഡിസോൾവ്സ് ഇൻ 3 സോൾവെൻറ്റ്. ഈ 3 സോൾവെൻറ്റിലും, അതായത് ജലമുണ്ട്, മണ്ണെണ്ണയുണ്ട്, ദെൻ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുണ്ട് അല്ലേ. ഈ 3 എണ്ണത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? ഇല്ല. ഏതിലാണ് നന്നായിട്ട് ലയിച്ച് ചേർന്നത്? വെള്ളത്തിൽ പഞ്ചസാര നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദിസ് കെറോസിൻ ആൻഡ് ഓയിൽ? ദേ ആർ ഓർ ദിസ് ഷുഗർ ഈസ് നോട്ട് ഡിസോൾവ്സ് ഇൻ ദിസ് ടു. അതിൽ രണ്ടിലും എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഷുഗർ ഡിസോൾവ് ആയിട്ട്. ഇനി അത് മാറ്റി നമുക്ക് ഉപ്പിട്ട് നോക്കാം. ഏതിലൊക്കെയാണ് ഉപ്പ് ലയിക്കുന്നത് നോക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വസ്തുക്കൾ എടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന സോൾവെൻറ്റിൽ ഇട്ട് നോക്കിയ ശേഷം ഏതിലാണ് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ലയിച്ച് ചേർന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ. സോ ത്രൂ ദിസ് എക്സ്പെരിമെൻറ്റ് വി ക്യാൻ അനലൈസ് ദാറ്റ് ദിസ് വാട്ടർ ഡിസോൾവ്സ് മോർ സബ്സ്റ്റൻസസ്. ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കാണ്? യെസ്, ദിസ് water. So this water we can call universal solvent. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിന് എന്ത് വിളിക്കാം? യൂണിവേഴ്സൽ സോൾവെന്റ്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. Now we discussed another property of water. That's what is that? Yes, water is a universal solvent. Why we call this water is a universal solvent? Yeah, because of this water dissolves more substances than other solvent. മറ്റ് ലായകങ്ങളെ അപേക്ഷിച്ച് വെള്ളത്തിന് ഒരുപാട് വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ദിസ് വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. സാർവിക ലായകം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ സോൾവെന്റ്. ഒരുപാട് വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. So another properties of water we discussed here. Now all of you please watch this video. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയൊരു പരീക്ഷണമായിട്ടാണ്. പരീക്ഷണത്തിന്റെ പേരാണ് ജലവിധാനം അഥവാ വാട്ടർ ലെവൽ. എന്നാൽ നമുക്ക് പരീക്ഷണത്തിലേക്ക് പോയാലോ? പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ: ഒരേ അളവിലുള്ള 2 കുപ്പികൾ, മേസൺ പൈപ്പ്, വാട്ടർ. എന്നാൽ നമുക്ക് പരീക്ഷണം തുടങ്ങിയാലോ? ആദ്യം ഒരേ അളവിലുള്ള 2 ബോട്ടിലുകൾ എടുത്ത് ഒരേ ലെവലിൽ പപ്പടക്കോൽ ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു മേസൺ പൈപ്പ് എടുത്ത് ഈ ഹോളിലേക്ക് കയറ്റണം. മേസൺ പൈപ്പ് ഇല്ലെങ്കിൽ സ്ട്രോ ആയാലും ഉപയോഗിക്കാം. ഈ മേസൺ പൈപ്പ് കയറ്റുമ്പോൾ വളരെ ടൈറ്റായി ഇരിക്കണം. അഥവാ ലൂസായാൽ നിങ്ങൾക്ക് എംസിയിലോ ഗ്ലൂഗണ്ണോ വെച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ വെള്ളം ഒരു കുപ്പിയിലേക്ക് ഒഴിക്കാം. ഞങ്ങൾ ഇവിടെ കളർ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം.
ഓക്കെ, ദേ ഡു ആൻ എക്സ്പെരിമെൻറ്റ്. അവരൊരു പരീക്ഷണം ചെയ്തിട്ടുണ്ട് അല്ലേ? വാട്ട് ദേ ഡു ഓർ വാട്ട് ദേ ഡിഡ്? യെസ്, ദേ ടേക്ക് 2 bottles and they connect this 2 bottles with a mason pipe. ആ 2 കുപ്പികൾ അല്ലേ എടുത്ത ബോട്ടിലിനെ ഒരു മേസൺ പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. Then what they do? പിന്നെന്താണ് അവർ ചെയ്തത്? യെസ്, they pour some water in the first bottle. ആ വെള്ളം ആദ്യത്തെ ഒരു കുപ്പിയിലേക്കാണ് ഒഴിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ വെള്ളം അവിടെ തന്നെ നിൽക്കുകയാണോ ചെയ്തത്? No, the water flows to the നെക്സ്റ്റ് ബോട്ടിൽ ഓൾസോ ത്രൂ ദിസ് പൈപ്പ്. ആ പൈപ്പിലൂടെ തൊട്ടടുത്ത് വെച്ച കുപ്പിയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളം ഒഴുകിയിട്ടുണ്ട്. ദെൻ വാട്ട് ഡിഡ് യു സീ ദർ? എന്നിട്ട് നിങ്ങൾ എന്താ അവിടെ കണ്ടത്? യെസ്, വെൻ ദിസ് വാട്ടർ ലെവൽ ഈക്വൽസ് ടു ദീസ് ബോത്ത് ബോട്ടിൽ. ആ 2 കുപ്പികളിലെയും വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണ് നിന്നത്? തുല്യമായിട്ടാണ് നിന്നത് അല്ലേ? നമ്മൾ ആദ്യത്തെ കുപ്പിയിൽ മാത്രമാണ് വെള്ളം ഒഴിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു? ആ 2ാമത്തെ കുപ്പിയിലേക്ക് ആ മേസൺ പൈപ്പിലൂടെ വെള്ളം ഒഴുകി പോവുകയും 2 കുപ്പിയിലും എന്ത് ചെയ്തു? ഒരേ അളവിൽ വെള്ളം നിന്നു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, വി ക്യാൻ ആഡ് സം മോർ വാട്ടർ ടു ദി ഫസ്റ്റ് ബോട്ടിൽ. വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ആദ്യത്തെ ബോട്ടിലിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുക? Yes, this water flows again to the second bottle also and it's became this same level. ആ 2ഉം ഒരേ ലെവലിലേക്ക് നിൽക്കും. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലോ? ഓക്കെ, ദ സെയിം തിങ്സ് ഹാപ്പൻ ദെയർ ഓൾസോ അല്ലേ? വീണ്ടും എന്താണ്? അതേ പ്രോസസ്സിന് നടക്കും. വീണ്ടും ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ മേസൺ പൈപ്പിലൂടെ അത് സെക്കൻഡ് ബോട്ടിലേക്ക് എത്തുകയും ഇറ്റ്സ് മെയിൻറ്റെയിൻസ് ലെവൽ. അത് ആ കൃത്യമായിട്ട് 2 ബോട്ടിലെയും വെള്ളത്തിൻ്റെ അളവ് തുല്യമായിട്ട് നിൽക്കുകയും ചെയ്യും. So through this experiment we can analyze that this water maintains its level. ജലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. എപ്പോഴും ജലം എന്തായിരിക്കും? തുല്യമായിട്ടും തുലനം പാലിക്കും അല്ലേ? ഇതാണ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ എന്ന് പറയുന്നത്. This situations we are used or this property of water we are used in ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു ജലത്തിൻ്റെ തുലനം പാലിക്കാനുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഈ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ കല്ലുകളൊക്കെ വെച്ച് പടുക്കുന്ന സമയത്ത് പിന്നെ മേസൺ പണിക്കാർ അല്ലേ, കൽപ്പണിക്കാർ അല്ലെ മേസൺ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നെ അളവെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? വാട്ടർ ലെവൽ നോക്കിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ആ വച്ചിരിക്കുന്ന കല്ലുകൾ ഒരേ അളവിലാണോ അല്ലേ? ഒന്ന് ഉയർന്നൊന്നും താന്നും പറ്റില്ലല്ലോ. നമ്മൾ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ കല്ലുകളൊക്കെ വെക്കുന്ന ഒരേ അളവിൽ വെക്കണമല്ലോ അല്ലേ? അപ്പോൾ അതേ അളവിൽ തന്നെയാണോ വെച്ചത് എന്നറിയാൻ വാട്ടർ ലെവൽ നോക്കുന്നത് കണ്ടിട്ടില്ലേ? യെസ്, ദിസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ വി യൂസ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻസ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ജലത്തിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ കൂടുതലായിട്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷണം നിങ്ങളെല്ലാവരും ചെയ്യുക. ഇതിന് ആവശ്യമായ വസ്തുക്കളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ലഭ്യമായവയാണ് അല്ലേ? യു വാണ്ട് ടു ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ് യു ഹാവ് ടു ഗെറ്റ് 2 bottles and 1 mason pipe. അതെല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അല്ലേ? അപ്പോൾ അതെല്ലാവരും ഈ ഒരു അപ്പാരറ്റസ് നിർമ്മിച്ച് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. ഓക്കെ, സോ ടുഡേയ്സ് ക്ലാസ് വി ഡിസ്കസ് 2 things. ഫസ്റ്റ് വൺ ഈസ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് വാട്ടർ ഡിസോൾവ്സ് മോർ സബ്സ്റ്റൻസസ്. ദെൻ വി ഡിസ്കസ്ഡ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ദാറ്റ് ഫോർ proving these things you have to do this experiment using these 2 bottles and 1 mason pipe. Also all of you please do this experiment and find out what you seen there. എന്താണ് അത് നിങ്ങൾ കണ്ടെത്തുക. എന്താണ് അവിടെ കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തി നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.